ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ശ്രീശരണമായ സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാത് പ്രചോദയാത്. സുബ്രഹ്മണ്യ അഗസ്ത്യ സംവാദത്തെ തുടരുകയാണ്. അടുത്തതായിട്ട് കൃതഘ്നോപാഖ്യാനം. ഇപ്പൊ ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവർ, ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഷഠനായിട്ടുള്ളവർ, ആർജവം ഇല്ലാത്തവർ, ആപൽഘട്ടത്തിൽ ഉപേക്ഷിക്കുന്നവർ, വേദനിന്ദ ചെയ്യുക, സമയനിഷ്ഠ പാലിക്കാത്തവർ, പ്രജ്ഞയില്ലാത്തവർ, പാപബുദ്ധിയോടുകൂടിയിട്ട് പെരുമാറുന്നവർ, മിത്രദ്രോഹി, എപ്പോഴും മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കുന്നവർ, എപ്പോഴും ദേഷ്യത്തോടുകൂടി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായ പ്രകൃതം, അല്പരസമാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അനിഷ്ടം പ്രകടിപ്പിക്കുക, അല്പരസമായിട്ടുള്ളവർ, നന്മ ചെയ്യുന്നവരെ പോലും ഉപേക്ഷിക്കുന്നവർ, ഇത്തരത്തിൽ ഉള്ള അനേകം ദുസ്വഭാവങ്ങളെ ഉള്ളവർ, മിത്രത്തെ മാത്രം സേവിക്കുന്നു, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ട്. അതായത് നമുക്കൊരു ആവശ്യമുണ്ട്, അത് നിറവേറ്റാൻ വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞും കൂടെ നിന്നും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരില്ല. അങ്ങനെയുള്ളവരുണ്ട്. മിത്രത്തിന്റെ വേഷത്തിൽ ഒപ്പം നിൽക്കുന്നതായ ശത്രു, മിത്രദ്രോഹി, പ്രാണിഘാതകൻ, കൃതഘ്നൻ, ഇവരുമായിട്ടൊന്നും തന്നെ ഒരിക്കലും സൗഹൃദം ഉണ്ടാക്കരുത്, അവരുമായിട്ട് സഹവസിക്കരുത് എന്നാണ്. അതാണ് ഇവിടെ ദസ്യു സഹവാസത്തിന് ഉള്ള ദോഷങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ആരുമായിട്ടാണ് സൗഹൃദം ഉണ്ടാവേണ്ടത്, ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത്, സൗഹൃദം സ്ഥാപിക്കേണ്ടത്, ഒത്തുചേർന്ന് പ്രവർത്തിക്കാവുന്നവരാരാണ്? നല്ല സൗഹൃദങ്ങൾ, അതായത് കൃതജ്ഞന്മാർ, ലോഭം ഇല്ലാത്തവർ, അലോഭികളായിട്ടുള്ളവർ, സത്യസന്ധന്മാർ, എപ്പോഴും പ്രയത്നശീലരായിട്ടുള്ളവർ, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. വിശ്വസിക്കാൻ പറ്റുന്നവരാണ്. നമുക്കൊരു കാര്യം വിശ്വസിച്ച് അവരോട് പറയാം, ഒരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിക്കാം. സൗഹൃദ ബുദ്ധിയുള്ളവരാണ്. പറഞ്ഞ കാര്യം അതിനെ അങ്ങനെ തന്നെ പാലിക്കുന്നവരാണ്. നമ്മൾ ഏൽപ്പിച്ച കാര്യത്തെ ഭംഗിയായി നിർവഹിക്കാൻ പ്രാപ്തി ഉള്ളവരാണ്. ഇതൊക്കെ ആണ് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടതായ യോഗ്യത. അങ്ങനെയുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. അതിനായിട്ടാണ് ഇവിടെ ചില ഉദാഹരണ കഥകളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത്തരത്തിലൊരു മറ്റൊരു വിഷയത്തെ പറയാൻ വേണ്ടിയിട്ടാണ് സംവാദ ഗീതയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു അച്ഛനും മകനും തമ്മിലാണ്, മകനും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. സ്വാധ്യായനിഷ്ഠനായിട്ടുള്ള ഒരുവനെ ഒരു പുത്രൻ, ആ പുത്രന്റെ പേര് മേധാവി എന്നാണ്. സാധാരണ ഈ നാമകരണമൊക്കെ ചെയ്യുമ്പോൾ ആ വാക്കിനൊരു അർത്ഥം ഉണ്ടാവും. നല്ല അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന പദങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് നാമകരണമൊക്കെ ചെയ്യപ്പെടുക. അങ്ങനെ വേണം എന്ന് സ്മൃതികാരന്മാരൊക്കെ പറയാറുണ്ട് എന്നാണ്. സ്മൃതിയിലൊക്കെ പെൺകുട്ടികൾക്ക് നാമകരണം ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ പറയുമ്പോൾ
ദീർഘാക്ഷരമുള്ള ഒരു നാമപദം ആയിരിക്കണം. അതിൻ്റെ അർത്ഥം, നമ്മൾ ഏതൊരു വാക്ക് കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം എന്ത്, നല്ല അർത്ഥത്തെ യോജിപ്പിക്കുന്നതായിരിക്കണം. എന്നാൽ ലളിതമായിരിക്കണം നാമപദങ്ങൾ. ഇപ്പോൾ കേമാണ് എന്ന് കരുതിയിട്ട് വലിയ വിളിക്കാൻ പറ്റാത്ത, ആർക്കും വിളിക്കാൻ പറ്റാത്തൊരു നാമമാണെങ്കിൽ അങ്ങനെ നാമകരണം ചെയ്താൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഇദ്ദേഹം തന്റെ മകന് മേധാവി എന്ന് നാമകരണം ചെയ്തു. സാധാരണ നമ്മൾ ഇത് പേര് ആയിട്ടല്ല അധികവും കേൾക്കുക. മേധാവി എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ആണെങ്കിൽ അതിൻ്റെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളെ അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ആ വാക്കിന് ശരിയായ അർത്ഥം മേധയോടുകൂടി, മേധാശക്തി, ബുദ്ധിശക്തി, നല്ല മേധയോട് കൂടിയിട്ടുള്ള ഒരുവനെയാണ് മേധാവി എന്ന് പറയുക. ഇനി ഈ മേധ എന്ന പദത്തിന് അർത്ഥം പറയുക ബഹുഗ്രന്ഥ സാമർഥ്യം എന്നാണ്. ഏതൊരു ഗ്രന്ഥത്തെയും വളരെ അനായാസമായിട്ട് അതിന് മനസ്സിലാക്കാൻ കഴിയുക, അത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുകയും അത് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള കഴിവുണ്ടാകണം ഒരു മേധാവിക്ക്. അപ്പോൾ അനേകം ഗ്രന്ഥങ്ങളെ അറിയാനും അങ്ങനെ അറിവ് നേടാനും സ്വാംശീകരിക്കാനും അതിനെ പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള കഴിവ് ഉള്ളവരെയാണ് മേധാവി എന്നിവിടെ വിശേഷിപ്പിക്കുക. അപ്പൊ ഇവർ തമ്മിൽ, ഈ പുത്രനും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മകൻ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, മനുഷ്യ ജന്മം, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കാനായിട്ട് സമയം കിട്ടുന്നത്. അപ്പോൾ വേഗത്തിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമാനായ ഒരുവൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങ് എന്താണോ എന്നോട് നിർദ്ദേശിക്കുന്നത് ആ ഉപദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, ധർമ്മത്തെ അനുഷ്ഠിക്കാം. അപ്പൊ ഈ മകന്റെ ചോദ്യം കേട്ടിട്ടാണ് അച്ഛൻ മറുപടി പറഞ്ഞു, ആദ്യം വേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലം നല്ല അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യായുസിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങളായി പറഞ്ഞിരിക്കുന്നത് കാണാം. പുരാണങ്ങളിലൊക്കെ പലയിടത്തും ഇത് പറയും. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എത്രയേ ഉള്ളൂ, ആദ്യത്തെ ഒരു കുറച്ചു കാലം, ആദ്യ കാൽഭാഗങ്ങൾ 4ആക്കി പിരിക്കുകയാണെങ്കിൽ ആദ്യ കാൽഭാഗം വിദ്യ നേടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും അറിവുകൾ നമ്മൾ നേടുന്നത് അത് ഗ്രന്ഥങ്ങളിൽ നിന്നും ഗുരുമുഖത്തു നിന്നും ഒക്കെയാണ്. അതുകൊണ്ട് പൂർണ്ണതയാവുന്നില്ല. നമ്മൾ ഏതൊരു അറിവ് നേടിയാലും അതിന്റെ പ്രായോഗിക വശം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഇന്നിപ്പോ ധാരാളം സോഷ്യൽ മീഡിയയുള്ള കാലമാണ്. ഏത് നമുക്ക് ഇത് നോക്കിയാൽ കിട്ടും എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ആരോടും ചോദിക്കുകയൊന്നും വേണ്ട. അത് എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് പിന്നെ അത് വേറൊരു കാര്യം. പക്ഷെ പലരും ഇങ്ങനെ ദിവസവും ഓരോന്നോരോന്ന് പുതിയത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ അറിവ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളത് പ്രായോഗികമാക്കിയിട്ടൊന്നും നോക്കണ്ടേ. ഒരു ദിവസം പുതിയൊരു ഇതുണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താണ്, ചേരുവകൾ എന്താണ്, അത് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ നേടിക്കൊണ്ടുവന്ന് അത്തരത്തിൽ തയ്യാറാക്കി നോക്കുമ്പോൾ മാത്രമേ ആ അറിവ് പൂർണ്ണമാവുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ, ഇപ്പൊ നീന്താൻ പഠിക്കുക, പുസ്തകത്തിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ട് നീന്താൻ പഠിക്കുക, എങ്ങനെ നീന്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു മാസം ഒരു ട്യൂട്ടർ, ഒരാൾ നമുക്ക് ട്രെയിനിങ് തന്നു. അതായത് അയാൾ ഉപദേശിച്ചു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് നീന്താൻ പഠിക്കുക. അങ്ങനെ ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നമ്മളെ പുഴയിലേക്ക് ഇറക്കി വിട്ടാൽ എന്താവും, നീന്താൻ അറിയില്ല അല്ലെങ്കിൽ ഒരു പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ അവർ വെള്ളത്തിൽ മുങ്ങിത്താഴും. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രായോഗിക അറിവുണ്ടാവണം, പ്രായോഗിക ബുദ്ധി.
പഠിച്ച കാര്യങ്ങളെ, പുസ്തകത്തിൽ നിന്നോ ഗുരുമുഖത്തു നിന്നോ അറിഞ്ഞ കാര്യങ്ങളെ അവനവന്റെ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കണം. അപ്പൊ ശരിക്ക് ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഒരു പ്രായോഗിക ജീവിതം, പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചതും അല്ലാത്തതുമായ കുറെ സംഗതികളെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ഇപ്പൊ ഗുരുമുഖത്തു നിന്നൊരു വിദ്യ പഠിക്കണ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചു അതിഥി ദേവോ ഭവ. അതങ്ങനെ ബൈഹാർട്ടാക്കി ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ ജീവിതത്തിൽ അതിഥി എന്താണ്, ആരാണ് അതിഥി, ആ അതിഥിയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ വരുന്ന വിരുന്നിന് വരുന്നവർ മാത്രമൊന്നുമല്ല. തിഥി തെറ്റി വരുന്ന എല്ലാ അനുഭവങ്ങളും അതിഥികളാണ് നമ്മളുടെ ജീവിതത്തിൽ. അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന എന്തെല്ലാം അനുഭവങ്ങൾ വരും, നല്ലതും ചീത്തയുമായിട്ട്, അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിഥികളാണ്. അപ്പൊ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് ഒരു ഗുരുമുഖത്തു നിന്ന് പഠിച്ച അത് ബോധ്യമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോഴും പതറില്ല, അടിപതറില്ല. രണ്ടും സ്വീകരിക്കാം, സുഖത്തെയും സ്വീകരിക്കാം, ദുഃഖത്തെയും സ്വീകരിക്കാം. അപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമിയാവുക, വിവാഹം ചെയ്യുക, പഞ്ചയജ്ഞങ്ങളെ ചെയ്തുകൊണ്ട് ജീവിതത്തെ നയിക്കുക. അതിനുശേഷമാണ് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് വാനപ്രസ്ഥവും സന്യാസവും. വാനപ്രസ്ഥത്തിൽ പത്നിയോട് കൂടിയിട്ടാവാം, അടുത്തത് സന്യാസം. ഇതൊക്കെ ഒരു സാധാരണമായ നിയമം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് മകൻ അച്ഛൻ്റെ ഉപദേശം കേട്ടിട്ട്, ലോകത്തില് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ മരണം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുക. ഉപനിഷത്തുകളിലൊക്കെ പറയും ജനിക്കുന്ന നിമിഷം മുതൽ മൃത്യു, നമ്മൾ നടക്കുമ്പോൾ നടക്കുന്നുണ്ട്, നമ്മൾ കിടക്കുമ്പോൾ ഒപ്പമുണ്ട്, ഇരിക്കുമ്പോഴും ഒപ്പമുണ്ട്. ഇതെപ്പോ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. മരണം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങളും നമ്മളെ എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ലോകം മൃത്യുവാൽ ആഹതമാണ്, ജര കൊണ്ട് ബാധിതമാണ്. രാത്രിയും പകലും എന്നതുപോലെ ഇങ്ങനെ മാറി മാറി പലതരത്തിലുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വസ്ഥമായിരിക്കാൻ പറ്റും, ജ്ഞാനം കൊണ്ട് എങ്ങനെ സുഖമായി ജീവിക്കാൻ പറ്റും. ഓരോ ദിവസവും കഴിയുമ്പോൾ, ഓരോ രാത്രിയും തീരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആയുസ്സിന്റെ അത്രയും സമയം കുറഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടി ഒരു നിശ്ചിത കാലയളവ്, ഒരു മാസം ഉദാഹരണമായിട്ട് എടുത്താൽ 1-ാം തീയതി മുതൽ അടുത്ത 30-ാം തീയതി വരെയുള്ള, അപ്പൊ ഈ ഓരോ ദിവസവും 1-ാം തീയതി കഴിഞ്ഞു അന്ന് വെട്ടിയിടാം, 2-ാം തീയതിയായി 2-ാം തീയതി കഴിഞ്ഞു അന്നും അടുത്ത മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് 30-ാം തീയതി ആവുമ്പോഴേക്കും ആ മാസത്തെ നമുക്ക് കിട്ടിയ എന്താണോ അത് തീർന്നു. ഒരു മാസത്തേക്ക് വേണ്ടി തന്നതാണെങ്കിൽ ഒരു മാസം കൊണ്ട് അത് തീരുകയാണ്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അത് റേഷൻ ഒക്കെ അങ്ങനെയാണല്ലോ, റേഷൻ ഒരു മാസത്തേക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് തരിക. അപ്പൊ ജീവിതത്തില് ഈ ഓരോ ദിവസം കഴിയുന്തോറും ആയുസ് അത്ര കുറയുകയാണ്. വെറുതെ പാഴായി കുറെ സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പാഴായി പോകും, ഒരു പ്രയോജനമില്ലാതെ കുറെ സമയം പോകുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഗുണപരമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ കളയുക, വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ അവനവൻ ഈ ലോകത്തിലെ ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കുക, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ യാത്ര ചെയ്യുക, അല്ല വേറെ എന്തെങ്കിലും കാഴ്ച കാണാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്വദിക്കാനോ ഇഷ്ടമുണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. അല്ല ചിലർക്ക് കിടന്നുറങ്ങാനാണ് ഇഷ്ടം, രാത്രി പോരാത്തതിന് പകലും ഉറങ്ങും.
അങ്ങനെയുണ്ടെങ്കിൽ അത് ആസ്വദിക്കുക, നല്ലോണം ഉറങ്ങിയിട്ട്. ഏത് ഭക്ഷണമാണോ ഇഷ്ടം, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളെ അനുഭവിക്കുക. അല്ലാതെ ഇതൊക്കെ മാറ്റിവെച്ചാൽ കുഴപ്പമാണ്, അതിനൊന്നും പറ്റിയെന്ന് വരില്ല, സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഭൗതികമായ സുഖഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് പോവുക, അങ്ങനെയെങ്കിലും സമാധാനിക്കാലോ. അതൊന്നുമില്ലാതെ എന്നാ എപ്പോഴാ പോവേണ്ടതെന്ന് അറിയില്ല, അത് വേണ്ടി കാത്തിരിക്കുക, അതിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും ഒരു ദിവസം പോകണം, അതിനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കേണ്ട, അതൊക്കെ വരുമ്പോൾ വരട്ടെ. അല്ലാതെ മരണത്തെ ഇങ്ങനെ ഭയന്ന് ജീവിക്കുക, അതിന്റെ ആവശ്യമില്ല. ഇരിക്കുന്ന അത്രയും കാലം, എത്ര സമയമാണോ അത്രയും കാലം. പറയില്ലേ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ, ഒരു ദീപം ജ്വലിക്കുമ്പോൾ നന്നായി ജ്വലിക്കുക, അതിന്റെ എണ്ണ പറ്റി ആ തിരിയും ഒക്കെ തീർന്നു കെട്ടടങ്ങും, അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അതുവരെ ഇങ്ങനെ ഈ മഷി കെട്ടിയ തിരി പോലെ ഇങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ നല്ലത്? ജ്വലിക്കുന്ന അത്രയും സമയം നന്നായി ജ്വലിക്കുക, അതല്ലേ വേണ്ടത്. നന്നായിരിക്കുക, നന്നായി സുഖം അനുഭവിക്കുക. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും എന്താണ്, വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന ജലാശയത്തിലെ മത്സ്യം എന്നതുപോലെ അപ്പൊ ശ്രേയസ്കരമായത് എന്താണോ അത് ഇപ്പോൾ ചെയ്തു കൊള്ളണം. നാളെ എന്ന് കരുതി നീക്കി വെച്ചാൽ അതിനു മുമ്പ് മരണം വന്നാലോ? നാളേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കരുത്, നാളെ ആലോചിക്കുന്നതിനെ ഇന്ന് ചെയ്തുകൊള്ളൂ എന്നാണ്. അതായത് എത്രയും പെട്ടെന്ന് അർത്ഥമുള്ളൂ. ദീർഘകാലത്തേക്ക് കാലാവധി വെച്ചിട്ട് അങ്ങനെയൊന്നും നടക്കില്ല. അപ്പൊ മൃത്യു വന്ന് ബാധിക്കുന്നതിന് മുൻപ് നാളത്തേക്ക് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാം. ഇന്ന് മധ്യാഹ്നത്തിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം എന്ന് കരുതിയത് രാവിലെ തന്നെ ചെയ്തോളൂ. കാരണം മൃത്യു എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ധർമ്മമനുഷ്ഠിച്ചാൽ ഇഹത്തിലും പരത്തിലും കീർത്തി ഉണ്ടാവും. അല്ലാതെ ബന്ധുക്കൾക്ക് വേണ്ടി, ഭാര്യാമിത്രാദികൾക്ക് വേണ്ടി എന്നുവെച്ചാൽ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി മാത്രം ഓരോന്ന് ചെയ്തു കൂട്ടുന്നവൻ മൂഢനാണ്, അവന് മോഹം ബാധിച്ചവനാണ്. പല ദുഷ്കർമ്മങ്ങളും ചെയ്ത് തെറ്റായ വഴിയിൽ കൂടിയിട്ട് ധനത്തെ വർദ്ധിപ്പിച്ച് അവനെയും ഒരു ദിവസം മരണം ബാധിക്കും. ഏതുപോലെയാണ്? ഓടിപ്പോകുന്ന മാനിനെ വ്യാഘ്രം പുലി പിടിക്കുന്നത് പോലെയാണ്. വനത്തിൽ കൂടിയിട്ട് ഓടിപ്പോകുന്ന ഒരു മൃഗത്തിനെ, മാനിനെ, ഒരു മാൻപേട്ടയെ പുലി പിടിക്കുന്നത് പോലെയാണ് മരണം ബാധിക്കുന്നത്. ഇനിയും പലതും ചെയ്യാനുണ്ട്. ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, നാളെ കുറച്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ, സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം യമൻ വരുന്നത്. യമൻ വരുമ്പോ കാത്തു നിൽക്കുമൊന്നുമില്ല. യമനോട് പറയാൻ പറ്റുമോ? ഇപ്പൊ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നാൽ പോലും നമുക്ക് നിയമമുണ്ട്, ഒരു 15 ദിവസം അവര് തന്നെ പറയണ്ട്, 15 ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങള് പോലീസുമായിട്ട് വരും. അതുവരെ സാവകാശം ഉണ്ടല്ലോ. യമൻ അത്ര പോലുമില്ല. കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കണേന് മുമ്പ് ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും. ചില ഇതൊക്കെ കാണാറില്ലേ നമ്മൾ? മകളുടെ വിവാഹത്തിന്റെ തലേന്ന് രാത്രിയിൽ പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ കുഴഞ്ഞു വീട് മരിച്ചു. യമന്റെ സ്ഥാനത്ത് നമ്മളാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 12 മണിക്കൂർ എക്സ്ക്യൂസ് ഇളവ് കൊടുക്കും അല്ലേ? ആ മനുഷ്യൻ ആ മകളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നോട്ടെ, കുഴപ്പമില്ല. യമന്റെ സ്ഥാനത്ത് നമ്മളെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചതെങ്കിൽ നമ്മളെ ഒരു പരിഗണന കൊടുക്കുമായിരുന്നു. പക്ഷെ യമൻ അതുപോലും ചെയ്തില്ല. ആ രാത്രിയിൽ, ആ വിവാഹ തലേന്ന് രാത്രിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. അതാണ് മൃത്യുവിനെ നമ്മുടെ അടുത്ത് അവിടെ ഒരു കാലതാമസമൊന്നുമില്ല. എപ്പോഴാണ് ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. കൃഷിഭൂമി, വീട്, ഇതൊക്കെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടി അതിന്റെ ഫലം തിരിച്ചു കിട്ടുന്നതിന് മുൻപാണ് യമൻ വരുന്നത്, മൃത്യു വരുന്നത്. ദുർബലൻ, ബലവാൻ, ഭീരു, ജഡൻ,
നമ്മൾ ഏതൊരു ഗണത്തിൽപ്പെടുന്ന ആളായിക്കൊള്ളട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ബാധിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ മരണം മാത്രമല്ലല്ലോ, ജല, വ്യാധി, പലതരത്തിലാണ് ദുഃഖങ്ങൾ ശരീരത്തിൽ. ഈ മനുഷ്യജന്മം അങ്ങോട്ട് കിട്ടിയാലും മരണഭയം മാത്രമല്ല നമുക്കുള്ളത്, ജല ബാധിക്കും. ഇപ്പൊ പിന്നെ നേരത്തെയാണ്, അകാലത്തിലാണ് ജലയിൽ നിറയൊക്കെ. പണ്ടൊന്നും അങ്ങനെയല്ല, ഇപ്പൊ നേരത്തെ തന്നെ ബാധിച്ചു. രോഗങ്ങൾ നമ്മളൊക്കെ രോഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരാണ്, രോഗികളായിട്ട് ജീവിക്കുന്നവരാണ്, സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളാണ്. നമ്മുടെ ഒക്കെ ബാഗ് തുറന്നു നോക്കിക്കോളൂ, നമ്മുടെ വീടുകളിൽ വന്നിട്ട് അലമാര നോക്കിക്കോളൂ, അടുക്കളയുടെ അലമാരയുടെ, ഫ്രിഡ്ജിന്റെ മുകളില്, എവിടെ നോക്കിയാലും കാണാം ഒരു പെട്ടിയും അതിൻ്റെ ഉള്ളിൽ കുറേ ഗുളികകൾ, കഴിച്ചു കഴിഞ്ഞത്, ഡേറ്റ് കഴിഞ്ഞത്, തുറന്നു പോലും നോക്കാത്തത് ആയിട്ട് എത്ര കുപ്പികൾ കാണും, എത്ര തരത്തിൽ തരാതരം മരുന്നുകൾ കാണും. അവ രോഗം കൊണ്ട് ഇങ്ങനെ എപ്പോഴും പലതരത്തിലുള്ള ദുഃഖങ്ങളും വ്യാധികളും ചുറ്റി നിൽക്കുമ്പോൾ എങ്ങനെ ഒരുവനെ സ്വസ്ഥനായി ജീവിക്കാൻ പറ്റും? ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ മുതൽ എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ഒരു കുട്ടി ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപേ ചിലപ്പോൾ ആ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുന്നത് കാണാം. എത്രയോ കാലം ജീവിച്ച്, 90-100 വർഷം ജീവിച്ച് ശതാഭിഷേകവും കൂടി കഴിഞ്ഞിട്ട് മരിക്കണത് കാണാം. അപ്പൊ ഇവിടെ മൃത്യുവിന്റെ മുഖത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരുവരെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും? അതാണ്, മരണമില്ലാത്ത വസ്തു അങ്ങനെ ഒന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ്. ഇങ്ങനെയുള്ള ഈ പുത്രന്റെ വാക്കുകൾ കേട്ട് ഏറ്റവും ഒടുവിൽ ആ പുത്രൻ സമർത്ഥിക്കുന്നത് സത്യമാണ്, ഒരിക്കലും നശിക്കാത്തത്. ആ സത്യയോഗപരായണനായി, സത്യാഗമനായി, സത്യവാനായി, സത്യസന്ധനായിരിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അറിവ് തരുന്നത് പോലെ, വിദ്യ പോലെ കാഴ്ച തരുന്ന മറ്റൊരു കണ്ണില്ല. അതാണ് ഉപനേത്രം. അകക്കണ്ണ് തുറപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉപനയനം എന്ന് പറയുക. അപ്പോൾ ഒരു അറിവ് നേടാൻ ഒരു കുട്ടിയെ, ഒരു ശിഷ്യനെ ഗുരുവിന്റെ സമീപത്ത് കൊണ്ടുപോയി അവന്റെ അകക്കണ്ണിനെ തുറപ്പിക്കലാണ് ഉപനയനം. അതെല്ലാ അറിവ് നേടുമ്പോഴും നമ്മൾ അത് ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഗുരുവിന്റെ അടുത്ത് നിന്നും, ഗുരുമുഖത്തു നിന്നും വിദ്യ നേടുന്ന സമയത്ത് ഗുരുവിന്റെ അടുത്തേക്ക് ഉപനയിച്ച് കൊണ്ടുപോവുക, അറിവ് നേടുക. അപ്പൊ വിദ്യ പോലെ നമുക്ക് കാഴ്ച തരുന്ന മറ്റ് വേറൊരു കണ്ണില്ല. സത്യം പോലെ വലിയൊരു തപസ്സില്ല. മനുഷ്യനെ ഏറ്റവും അപകടത്തിൽപ്പെടുത്തുന്ന ഒന്ന് രാഗമാണ്. ഏറ്റവും വലിയ ദുഃഖം കൊടുക്കുന്നത് രാഗം. സുഖാനുശരീ രാഗ. നമുക്ക് സുഖം തരുന്നു എന്ന് നാം കരുതുന്ന പലതും നേടാൻ വേണ്ടി പ്രയത്നിക്കുക. നേടിക്കഴിയുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അതിനോട് ഇങ്ങനെ ഒരു ഒട്ടിച്ചേരലുണ്ടാവും. അതിനെയാണ് രാഗം എന്ന് പറയുക. അതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ത്യാഗം പോലെ മനുഷ്യന് ത്യാഗത്തിന്റെ തുല്യം സുഖം തരുന്ന വേറൊന്നില്ല. അപ്പൊ ഒരുവന് വേണ്ടത് സമത്വം, ഐക്യം, സത്യം, ശീലം, സ്ഥിതി, ആർജവം, ഇതൊക്കെയാണ് എന്നിങ്ങനെ ഈ പുത്രന്റെ ഉപദേശം കേട്ടു അച്ഛന്റെ ആ അജ്ഞാനം നീങ്ങി എന്നാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞതാണ് ശംഭാഗഗീത, പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഉപദേശം. ഒരു ദരിദ്രനായ ഒരുവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, പഴയ ഏറ്റവും മുഷിഞ്ഞ, ഒന്നിനും കൊള്ളില്ലാത്തൊരു വസ്ത്രം ധരിച്ച്, വിശപ്പ് സഹിച്ച്
കഴിക്കാൻ കയ്യിൽ ഭക്ഷണം പോലും ഇല്ലാതെ, അങ്ങനെ ഒരു ദരിദ്രനായ ഒരുവന്റെ പേരാണ് ഇവിടെ ശംഭാകൻ എന്ന് പറഞ്ഞത്. അയാൾ പറയുകയാണ്, ലോകത്തിൽ ജനിച്ച ഏതൊരുവനും ജനിച്ച നിമിഷം മുതൽ സുഖവും ദുഃഖവും പിന്തുടരുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ്, പല ഘടകങ്ങളാണ് അതിന് നിമിത്തമായിട്ട് വരിക. നമ്മൾ വലിയ ധനിക ഗൃഹത്തിൽ ജനിച്ചത് കൊണ്ട് സുഖമായിരിക്കണം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ ജനിച്ചത് കൊണ്ട് എന്നും അങ്ങനെ ആയിരിക്കും എന്നും ഉറപ്പിക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല ലാഭവും അതേപോലെ നഷ്ടവും പിന്നീട് ഉണ്ടാവാറുണ്ട്. അപ്പൊ സുഖവും ദുഃഖവും മാറി മാറി ഒരുവനെ ബാധിച്ചുകൊണ്ടിരിക്കും. കാലക്രമേണ ഒരു ദിവസം ഈ ശരീരം വിട്ടു പോകേണ്ടതായി വരും. കാലം കൊണ്ടുപോകും. കാലൻ അല്ലെങ്കിൽ കാലം എന്ന് നമ്മൾ പറയാം. അപ്പൊ എന്ത് വേണം? സുഖത്തിൽ അമിതമായിട്ട് ഹർഷം, സുഖം വരുമ്പോൾ അത്യധികം സന്തോഷിക്കുക, അതിന്റെ ആവശ്യമില്ല. ഒരു മിതമായിട്ടൊക്കെ സന്തോഷമുണ്ടോ ഉണ്ട്, അത് മതി. ദുഃഖത്തിൽ അത്യധികം പരിതപിക്കേണ്ടതുമില്ല. അത് വരേണ്ട സമയത്ത് വരും, ദുഃഖം മാറേണ്ട സമയത്ത് മാറും. അപ്പോൾ സുഖത്തിൽ അധികം ഹർഷം വേണ്ട, ദുഃഖത്തിൽ അധികം പരിതപിക്കേണ്ടതിൻ്റെയും ആവശ്യമില്ല. രണ്ടായാലും നിസ്വനായി സഞ്ചരിക്കുക. അങ്ങനെയെങ്കിൽ ഒരുവന് ഈ ലോകജീവിതം സ്വസ്ഥമായി സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിസ്വനായ ഒരുവന് രണ്ടവസ്ഥയിലും അതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതെ ഇരിക്കുന്നവന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും, സ്വസ്ഥമായി ഉണരാൻ കഴിയും. ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ചിന്തകളാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അധികം ചിന്തകളൊന്നും ഇല്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം കിടന്നാൽ ഉറങ്ങും. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എഴുന്നേക്കും, ഒരു കുഴപ്പമില്ല. ശരീരത്തിനേക്കാൾ നമ്മളെ അലട്ടുന്നത് പല വിചാരങ്ങളാണ്, ചിന്തകളാണ്. അതാണ് പിറ്റേന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഈ ഇന്നലെ നോക്കിയാൽ മതി, എത്ര സ്വപ്നം കണ്ടു എഴുതി വെച്ചിട്ട് നോക്കുക. അപ്പോഴാണ് എന്തെല്ലാം സ്വപ്നം കണ്ടത്, അത് എവിടുന്ന ഇത് വരണത്. മുൻപ് നമ്മൾ ചെയ്തതായ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളുടെ ഒരു മനനമാണ്. അതാണ് ഈ മനസ്സ് കൊണ്ടുവന്ന് ചിത്രരൂപത്തിൽ നമ്മളെ സ്വപ്ന രൂപത്തിൽ കാണിക്കുന്നത്. അപ്പൊ സുഖമായി ഉറങ്ങാനും ഉണരാനും നിസ്വനായ ഒരുവന് കഴിയും. അത് പഥ്യമായതാണ്, അനാമയമായതാണ്. ശരീരത്തിന് രോഗമില്ലാതെ ആരോഗ്യത്തോടു കൂടി, അതിന് പ്രത്യേകിച്ച് വേറെ ഔഷധം ഇല്ലെങ്കിലും നിസ്വനായ ഒരുവന് ഇതൊന്നും ബാധിക്കില്ല. ഇപ്പൊ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരുവൻ, അവന് ഈ മനോനിയന്ത്രണം സാധ്യമല്ല എങ്കിൽ എന്തു പറ്റുന്നു? അതിൽ മുഴുകിപ്പോകുന്നതാണ്. എങ്ങനെയാണ്? താമരയുടെ ഉള്ളിൽ തേൻ കുടിക്കാൻ വേണ്ടി പോകുന്ന വണ്ട് അതിന്റെ പണി കഴിഞ്ഞാൽ, ആവശ്യം കഴിഞ്ഞാൽ പുറത്തു വന്നില്ലെങ്കിൽ കുഴപ്പം എന്താണ്? ഈ താമരയ്ക്ക് ഈ സൂര്യൻ അസ്തമിച്ചാൽ അത് കൂമ്പിപ്പോകുക എന്നൊരു പ്രകൃതമുണ്ട്. സൂര്യൻ അസ്തമിച്ചു, സന്ധ്യ ആയി കഴിഞ്ഞാൽ താമരയുടെ ഇടതുകൾ വീണ്ടും പഴയ പോലെയാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടുപോകും വണ്ട്. അതിന്റെ മൂർച്ചയുള്ള കൊമ്പുകളെ കൊണ്ട് അതിന് വേണമെങ്കിൽ തുളച്ച് പുറത്ത് കിടക്കാം, പക്ഷെ അത് ചെയ്യില്ല. ഇതിന്റെ ഉള്ളിലെ ഈ തേൻ നുകർന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പിറ്റേന്ന് പ്രഭാതമായാൽ ഈ ഇതളുകൾ വീണ്ടും വിരിയും. പക്ഷെ വിരിഞ്ഞുകൊള്ളണമെന്ന് ഉറപ്പില്ല. വേറെ അപകടമുണ്ട്. ഈ രാത്രി കാലങ്ങളിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകളുണ്ട്. അത് ഈ താമര പിഴുത് കഴിക്കും. പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന വണ്ടുകൾക്കും അങ്ങനെ ആപത്ത് സംഭവിക്കുന്നത് കാണാം. അപ്പൊ പലതിലും നമ്മൾ അമിതമായി മുഴുകി മയങ്ങിപ്പോകുമ്പോൾ എന്താണ്, പലതരത്തിലും അത് ബാധിക്കുന്നു. പല ദോഷങ്ങളും ബാധിക്കുന്നു. ദുരഭിമാനം ഉണ്ടാകുന്നു. ധനം കൊണ്ടുള്ള ഗർവ്, താൻ അഭിജാതനാണ് എന്ന് അഭിമാനിക്കുക, സിദ്ധനാണ് എന്ന് തോന്നുക. ചിലപ്പോൾ അങ്ങനെയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സിദ്ധനാണ്. എനിക്ക് ബോട്ടും വയ്ക്കും, അപ്പോൾ 10 ആള് കൂടും, സിദ്ധനാണ്.
നമ്മൾ പിന്നെ അങ്ങനെയുള്ളതിനൊക്കെ പിറകെ പോകാൻ നമുക്കൊരു മടിയില്ല. അപ്പൊ മതമുണ്ടാകുന്ന, അപ്പൊ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ, പിന്നീട് നമുക്ക് ദുഃഖം തരുന്നതായ കാര്യങ്ങൾ, അപ്പൊ എവിടെയാണ് നമുക്ക് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത്? ബുദ്ധിയിലാണ് ചികിത്സ വേണ്ടത് എന്നാണ്. നമുക്ക് ഭ്രമമുണ്ടാക്കുന്നതൊക്കെ ഈ ബുദ്ധിയുടെ ഇതാണ്, ബുദ്ധിയുടെ പ്രകൃതമാണ്. അപ്പൊ ചികിത്സ ചെയ്യേണ്ടത് അവിടെ തന്നെയാണ്. വയറുവേദന എടുക്കുന്ന ഒരാൾക്ക് ഒരു വിക്സോ അമൃതാഞ്ജനോ കൊടുത്തിട്ട് വയറിന്റെ പുറത്ത് പരട്ടിക്കൊള്ളാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല. വയറിന്റെ വേദന അകത്താണ്, വേദനയ്ക്ക് കാരണം അകത്താണ്. പുറമെ വയറ്റിന്റെ പുറത്ത് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക, കുറെ വിക്സോ അമൃതാഞ്ജനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ ബാം, ഒരു പ്രയോജനമില്ല, രോഗം മാറില്ല. ഈ നമ്മളെ ക്ലേശിപ്പിക്കുന്ന, നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതായ പലതും ബുദ്ധിയുടെ തലത്തിലാണ്. അപ്പൊ ചികിത്സ വേണ്ടതും അവിടെയാണ്. അപ്പൊ മതം ഉണ്ടാവുക, അതുകൊണ്ട് പലതരത്തിലുള്ള ക്ലേശങ്ങളെ അനുഭവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ബുദ്ധിയെ നേരെയാക്കണം, ബുദ്ധി കൊണ്ട് ചികിത്സ നടത്തണം. അങ്ങനെ ശമ്പാകൻ തൻ്റെ ആ അവസ്ഥയെ പോലും, ദാരിദ്ര്യം നിറഞ്ഞതായ അവസ്ഥയെ പോലും അദ്ദേഹം അതൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പരാതിപ്പെടാതെ പറഞ്ഞ വാക്കുകൾ, അതാണ് പ്രസിദ്ധമായിട്ടുള്ള ശമ്പാക ഗീതയിൽ കൂടിയിട്ട് നമ്മൾ കേൾക്കുന്നത്. പിന്നെ വീണ്ടും അടുത്തതായ ഒരു വിഷയത്തെ ഇവിടെ ചോദിച്ച് അതിന് മറുപടി പറഞ്ഞത് കർമ്മത്തിന്റെ ഫലം എന്നാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ സ്വതവേ ഈ യജ്ഞങ്ങളെ തന്നെ അങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ 3 വിധാനത്തിലാണ്, 3 തരത്തിലാണ് യോഗമാർഗങ്ങളെയൊക്കെ, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. വൈദിക സമ്പ്രദായത്തിൽ പറയും കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. പുരാണങ്ങളിലും വിഷയങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ 3 പിരിവുകൾക്കനുസരിച്ചിട്ടാണ്. കർമ്മത്തിനനുസരിച്ചിട്ട് ജ്ഞാനസംബന്ധിയായ വിഷയങ്ങൾ, അതുപോലെ ഭക്തി സംബന്ധിയായ. അപ്പൊ അതിൽ കർമ്മം എന്നാൽ ദാനം, യജ്ഞം, തപസ്, ഇതിന്റെയൊക്കെ ഫലം ആണ്. ഇപ്പൊ നമ്മളുടെ ഒരു പ്രവൃത്തി, നമ്മളുടെ ഒരു കർമ്മം അത് ദുഷ്കർമ്മമാണ് എങ്കിൽ അതിന്റെ ഫലം എന്താണ്? നരകതുല്യമായിരിക്കും. അതാണ് ദുരിതമായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് ചെയ്ത കർമ്മങ്ങളാണ്, അതിന്റെ ഫലമാണ് അതാത് സമയങ്ങളിൽ നമുക്ക് അനുഭവമായിട്ട്, ഫലമായിട്ട് വന്നു ചേരുന്നത്. കർമ്മഫലം നമ്മൾ സാധാരണ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു പദമാണ്. പുരാണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ് ഈ കർമ്മത്തിന്റെ ഫലം. മുൻപ് എപ്പോഴോ ചെയ്ത കർമ്മത്തിന്റെ ഫലം അതിന് പാകമാകുമ്പോൾ അത് നമ്മളിലേക്ക് വന്നു ചേരുന്നു. ഒരു വൃക്ഷം അതിൽ പൂവുണ്ടാവേണ്ട സമയത്ത് പൂക്കും, അങ്ങനെയാണല്ലോ. പലതും ഈ ഋതുഭേദമനുസരിച്ച് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളെ നോക്കിയാൽ നമുക്കറിയാം അത് ആ കാലത്ത്, അതിന്റെ ഋതുവിലാണത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുക. അപ്പൊ അതിന് കാലം തെറ്റാതെ അതാത് സമയങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂവുണ്ടാവുന്നതും കായ്ക്കുന്നതും അത് പാകമാകുന്നതും അത് കൊഴിഞ്ഞു വീഴുന്നതും. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രേരണയൊന്നും ഇല്ല, ബാഹ്യ പ്രേരണയൊന്നും ആവശ്യമില്ല. ഇതേപോലെ നമുക്കാണെങ്കിലും അപമാനം, ലോഭം, ക്ഷയം, ഉദയം ഇതൊക്കെ വന്നു ചേരുന്നത് കർമ്മത്തിന്റെ ആ ഫലത്തിനനുസരിച്ചിട്ടാണ്. നമ്മളെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും, ഏതൊരു അവസ്ഥയിലും, വാർദ്ധക്യത്തിലാണെങ്കിലും യൗവനത്തിലാണെങ്കിലും ഏതൊരു സമയത്തും ചെയ്യുന്ന കർമ്മം ശുഭമാണെങ്കിൽ അതിന്റെ ഫലമായിരിക്കും, അശുഭമാണെങ്കിൽ അതിന്റെ ഫലമായിരിക്കും. അതിനിവിടെ ഉദാഹരണം പറയുന്നത് 100 കണക്കിന് പശുക്കളെ ഒരു പുൽമൈതാനത്തിൽ മേയാൻ വിടുന്നു എന്നാണ്. 100 കണക്കിന് പശുക്കളുണ്ട്.
എന്നിട്ട് അതിൽ ഒരു പശുവിന്റെ കുട്ടിയെ, ഒരു പശുവിന്റെ കിടാവിനെ അഴിച്ച് ഈ നൂറുകണക്കിന് പശുക്കൾക്കിടയിലേക്ക് വിട്ടാൽ ഈ പശുക്കിടാവ് ഒട്ടും തെറ്റാതെ അതിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കും. പ്രകൃതിയുടെ നിയമമാണ്. യാതൊരു സംശയമില്ല. നൂറുകണക്കിന് പശുക്കൾ ഉണ്ടെങ്കിലും ഈ പശുക്കിടാവിന് തൻ്റെ അമ്മയെ തിരിച്ചറിയാൻ പറ്റും. അത് അതിൻ്റെ അടുത്ത് ചെന്ന അമ്മയുടെ അകട്ടിൽ നിന്ന് അത് പാല് കുടിക്കുന്നത് കാണാം. ഇതേപോലെ ഒരു പശുക്കിടാവ് അതിൻ്റെ അമ്മയെ, അതിൻ്റെ തള്ളപ്പശുവിനെ തെറ്റാതെ സ്വീകരിക്കുന്നത് പോലെ കർമ്മം ചെയ്തവനെ ബാധിക്കുന്നതാണ്. നമ്മൾ ചില വാർത്തകൾ കേൾക്കാറുണ്ട്, ആള് മാറി വെട്ടി, രാത്രിയിലെ പോണ വഴിക്ക് വെട്ടുകൊണ്ടുപോകും. എന്നിട്ടാണ് പിറ്റേ ദിവസം വാർത്തയിൽ പറയണം ആള് മാറി വെട്ടിയതാണ്, വേറെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടി. മനുഷ്യർക്കിടയിൽ അങ്ങനെയുള്ളൂ, കർമ്മത്തിന് അങ്ങനെയില്ല. നമുക്ക് ഒരു സംശയമില്ല, ചെയ്ത കർമ്മത്തിന്റെ ഫലം വരും. അപ്പൊ വെറുതെ പരിതപിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇങ്ങനെ വന്നുല്ലോ, വരേണ്ടതാണ്, സംശയമൊന്നുമില്ല, അത് നിങ്ങൾക്ക് തന്നെയാണ് വരേണ്ടത്. എനിക്ക് ഇങ്ങനെ വന്നുല്ലോ, ഈ ഗതി വരുത്തിയില്ലോ ഈശ്വര. പിന്നെ ഈശ്വരൻ അതല്ലേ പണി, നമ്മളെ ഇങ്ങനെ ഓരോ തരത്തില് ഗതി വരുത്തിക്കൊണ്ടിരിക്കുക. ഒന്നുമില്ല, അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവന് വരുന്നു. മുമ്പ് എപ്പോഴോ ചെയ്ത പോക്കിരിത്തരത്തിന്റെ ഫലമാണ് ഇപ്പൊ വരുന്നത്. ആയുർവേദത്തിൽ പറയും, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ, മുമ്പ് എന്തൊക്കെയോ കൊള്ളരുതായ്മ ചെയ്തിട്ടാണ്, ചികിത്സിച്ചിട്ടും മാറണില്ല, എത്രയായി, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു. സാരമില്ല, മുമ്പ് ചെയ്ത് കൂട്ടിയതിന്റെ ഫലമാണെന്ന് കരുതി സമാധാനിച്ചോളാം, അതേ നിവൃത്തിയുള്ളൂ. കർമ്മത്തിന്റെ ഫലം അത് നമ്മളെ അന്വേഷിച്ചു വരിക, തെറ്റാതെ ചെന്ന് പ്രാപിക്കുന്ന. അപ്പൊ വളരെ കാലം തപസ് ചെയ്യുക, ധർമ്മകാര്യങ്ങളിൽ പ്രവർത്തിക്കുക, അതൊക്കെ അതിൻ്റെയൊക്കെ ഫലം ക്രമേണ നമുക്ക് ശ്രേയസ്സായിട്ട് വന്നു ചേരും. അതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ആ സംവാദങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് വളരെ വിസ്തരിച്ചിട്ടാണ് നമ്മൾ അതിൽ ഏതാനും ചില പ്രസക്ത ഭാഗങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു, വലിയ ഒരു അതിബൃഹത്തായ പുരാണമാണ്. അതിൽ നിന്നും നമ്മൾ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ മാത്രം പറഞ്ഞു പോവുക, അതേ നമുക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ചുരുക്കുന്നത്. അപ്പൊ ധർമ്മം ആചരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മത്തിന്റെ ലക്ഷണം എന്താണ്, അത് ഏതു വിധമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള മറുപടി. അപ്പോഴാണ് ആശ്രമധർമ്മങ്ങളെയൊക്കെ പറഞ്ഞത്. ഓരോ ആശ്രമധർമ്മത്തിലും അവരവർ ചെയ്യേണ്ടതായ വ്രത നിയമങ്ങൾ അനുഷ്ഠിക്കുക, ഗൃഹസ്ഥാശ്രമിക്ക് പറഞ്ഞതായ കാര്യങ്ങളെ ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ. അപ്പൊ പൊതുവെ എല്ലാവർക്കും ബാധകമായ വഞ്ചിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, പരദൂഷണം ചെയ്യാതിരിക്കുക, പരദ്രോഹം ചെയ്യാതിരിക്കുക, ഏഷണി കൂട്ടാതിരിക്കുക, വേറെ രണ്ടു പേരെ തമ്മിൽ തല്ലിക്കാതിരിക്കുക, ഏഷണി കൂട്ടാതിരിക്കുക, അതൊക്കെ ആണെങ്കിൽ, അങ്ങനെ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിൽ അത് തന്നെ ഒരു തപസ്സിന്റെ ഫലമാണ് എന്നാണ്. തപസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തപസ് ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിത്രം എന്താണ്? കണ്ണടച്ചിങ്ങനെ ഇരിക്കുക, താടി മുടിയൊക്കെ നീട്ടി വളർത്തി സന്യാസിയായിട്ടിരിക്കുക. അതൊന്നുമല്ല, ചിത്തത്തിന്റെ ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പറയുക. ശരീരത്തിനെ തപിപ്പിച്ചുകൊണ്ട്, ശരീരത്തിനെ അധികം അനിയന്ത്രിതമായി വിടാതെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട്
ആഹാരനിഹാരാദി വിഷയങ്ങളിൽ ഒരു ക്രമം വരുത്തിയിട്ട് ചിത്തത്തിനെ ഏകാഗ്രമാക്കുക. ഒരേ വസ്തുവിൽ തന്നെ മനസ്സിനെ നിർത്തുക. അപ്പൊ ഇത്തരത്തിൽ പല ആചാരങ്ങളെ കുറിച്ചും ആചാരവിധികളെ കുറിച്ചും ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചും ഇവിടെ പറയുകയാണ്. നിത്യമായി നമ്മൾ അറിയേണ്ട ആചരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സൂര്യ ഉപാസന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൃഷ്ടിഗോചരമായ ഒരു ദേവതാ സങ്കല്പം, അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം വരുന്നത് സൂര്യനാണ്. ആദിത്യ ഉപാസന, സൂര്യ നമസ്കാരം, സൂര്യ ഉദയം, സൂര്യ അസ്തമയം, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ദിനമാനം ചെയ്യുന്നത്. ഈ യജ്ഞങ്ങൾക്കൊക്കെ നിയമം അതാണ്. പുരാണ യജ്ഞങ്ങളുടെ നിയമം എന്താണ്? ഉദയം മുതൽ അസ്തമയം വരെ, രാത്രിയിലൊന്നും പാടില്ല. ഉദയം മുതൽ അസ്തമയം വരെ പാടില്ല. പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചിലയിടങ്ങളിലൊക്കെ കാണാം രാത്രിയിലൊക്കെ, വൈകുന്നേരം ആയാലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് രാത്രിയിലാണ് ഭാഗവതം ചില കഥകൾ വായിക്കുക പറയുക. ഞങ്ങൾക്ക് തോന്നിവാസം പലയിടത്തും നടക്കാറുണ്ട്. അതിപ്പോ എന്താ ചെയ്യുക? നമുക്ക് ഇതിന്റെ നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. ഇത് ജ്ഞാനയജ്ഞമാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയണത്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിനെക്കുറിച്ച് ധാരണയില്ലാതെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അബദ്ധം പറ്റും. അപ്പൊ ഈ സൂര്യനെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് അഭിമുഖമായിട്ട്, ഇപ്പൊ പ്രഭാതത്തിലാണെങ്കിൽ എല്ലാ ഉപാസനകളും കിഴക്ക് അഭിമുഖമായിട്ടാണ്. ക്ഷേത്രത്തിലാണെങ്കിൽ ദേവന്റെ മുന്നിൽ മാത്രമേ ദേവൻ അഭിമുഖമായിട്ട് വേണ്ടൂ, മറ്റേതും നോക്കിക്കോളൂ കിഴക്ക് അഭിമുഖമായിട്ടാണ്, സൂര്യൻ അഭിമുഖമായിട്ടാണ്. ക്ഷേത്രത്തില് ആ ദേവത കിഴക്ക് അഭിമുഖമായിട്ട് പ്രതിഷ്ഠയാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മൾ ഏതെങ്കിലും ചെയ്യുമ്പോൾ ദേവൻ അഭിമുഖമായിട്ട് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വേണ്ടേ? പക്ഷെ അങ്ങനെയല്ലല്ലോ. അവിടെ ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ അത് കിഴക്ക് അഭിമുഖമായിട്ടാണ്. അപ്പോൾ പ്രഭാതത്തിൽ സൂര്യൻ അഭിമുഖമായിട്ട് ചെയ്യേണ്ടതൊക്കെ കിഴക്ക് അഭിമുഖമായി വേണം. അതേപോലെ സായംകാലത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയം, അപ്പോൾ നമ്മളെല്ലാം പടിഞ്ഞാറ് അഭിമുഖമായിട്ടിരുന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ സൂര്യനെ നമസ്കരിക്കുക, 2 സന്ധ്യകളിലും സൂര്യനെ നമസ്കരിക്കുക. പഞ്ചാർദ്രനായിട്ട് ആഹരിക്കാവൂ എന്നാണ്. 5 അംഗങ്ങൾ ശുദ്ധമായിരിക്കണം എന്നാണ്. പഞ്ചാർദ്രം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് കൈകാലുകൾ കഴുകണം, മുഖം കഴുകണം, അതുപോലെ ബുധലിംഗങ്ങളെ ശുദ്ധീകരിച്ചിരിക്കണം എന്നാണ്. എന്നിട്ടേ ആഹരിക്കാൻ പാടുള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ പറയും, ഇതൊക്കെ പൂർവികർ നമുക്ക് പറഞ്ഞു തരാറുള്ളതാണ്. നിശബ്ദമായിട്ട്, കഴിയുന്നതും അധികം സംസാരിക്കാതെ മൗനമായിരുന്നുകൊണ്ട്, അധികം വർത്തമാനം പറഞ്ഞുകൊണ്ടാവരുത്. കഴിക്കുന്ന അന്നത്തിനെ നിന്ദിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല. കരഞ്ഞുകൊണ്ട്, ചീത്ത പറഞ്ഞ്, ശകാരിച്ചുകൊണ്ട്, ഇതെല്ലാം ഇരുകൂട്ടർക്കും ബാധകമാണ്. വീടിന്റെ ഉള്ളിലാണെങ്കിൽ വിളമ്പി കൊടുക്കണവർക്കും ബാധകമാണ്, കഴിക്കണവർക്കും ബാധകമാണ്. ചിലപ്പോൾ ഈ കുട്ടികൾ അനുസരിക്കാതെയോ അല്ലെങ്കിൽ പഠിക്കാൻ മോശമായിട്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന കുട്ടികളെ ശകാരിക്കുന്നത് കേൾക്കാറുണ്ട്. തിന്നാൻ മാത്രമായിട്ട് വന്നിരിക്കണം, പഠിക്കില്ല. പക്ഷെ ഇതൊന്നും അന്നത്തിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുന്നതല്ല, പാടില്ല. ഒരിക്കലും അന്നത്തിന്റെ മുമ്പിൽ അന്നത്തെ നിന്ദിക്കരുത്, ശകാരിച്ചുകൊണ്ടാവരുത്, അധികമായി വർത്തമാനം പറഞ്ഞുകൊണ്ടാവരുത്. സ്വാദിനെ അറിഞ്ഞു കഴിക്കണമെന്ന്. അപ്പൊ അതാണ് നമ്മൾ ഇത് കൊണ്ടുവച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ ഗന്ധം നമ്മുടെ ഉള്ളിലെത്തി രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിച്ച് ആ ഭക്ഷണത്തെ വേണ്ടതുപോലെ പചിക്കാൻ ആവശ്യമായിട്ടുള്ള ആന്തരികമായി ആമാശയത്തിലും നമ്മളുടെ വായ്ക്കുള്ളിലും ഒക്കെ രസങ്ങളെ, ശ്രവങ്ങളെ ഉണ്ടാക്കാനുള്ള സമയം കൊടുക്കണം. ഇതിപ്പോ സദ്യക്ക് വിളമ്പണത് പോണത് കാണാം, പിന്നാലെ വരണത്, അതിനിടയ്ക്ക് ഇല കാലിയാവണതും കാണാം. ചോറിന് മുമ്പ് കുറെ കൊണ്ടുവരുമല്ലോ ഈ സദ്യക്ക്. ഇതൊക്കെ വരണ വഴി തന്നെ അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിരുദ്ധമായ ഒരു ശീലമാണ്. നമ്മുടെ മുമ്പിൽ വിളമ്പിയത് നമുക്കുള്ളതല്ലേ, വേറെ ആരും എടുത്തോണ്ട്.
പിന്നെ എന്തിനാണ് അത് ഭരണ വഴിയെ തന്നെ. അപ്പൊ നമുക്കൊരു അതിനൊരു എന്താണ്, അതൊക്കെയാണ് ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്നത്. ശരി, അതുപോലെ തന്നെ സ്വജനങ്ങൾക്ക്, സേവകന്മാർക്ക്, വഴിയാത്രക്കാർക്ക്, അതിഥികൾക്ക് ഒക്കെ തുല്യമായ ഭക്ഷണമേ കൊടുക്കാവൂ എന്നാണ്. അവനവൻ കഴിക്കുന്നതേ കൊടുക്കാവൂ. ചിലയിടങ്ങളിൽ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്, തികയില്ല എന്ന് കണ്ടാൽ പിന്നെ കൊടുക്കാനുള്ളതിന് വെള്ളമൊഴിക്കും, അല്ലെങ്കിൽ നമുക്കുള്ളത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തേത് അടുത്തതില് സെക്കൻഡ് ഓപ്ഷനാണ് കഞ്ഞി പാര എന്നൊക്കെ പറയില്ലേ. കഞ്ഞി വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ തികയില്ല, അതുകൊണ്ടാണ്. കുറ്റല്ല, ആള് കൂടിയപ്പോൾ എന്താ ചെയ്യുക, ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കഞ്ഞി വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കും. പക്ഷെ അവനവൻ കഴിക്കുന്നതേ അതിഥിക്കും കൊടുക്കാവൂ. തുല്യമായ ഭോജനം. മനുഷ്യന് ശരിക്കു പറഞ്ഞാൽ 2 നേരമേ ഭക്ഷണം വിധിച്ചിട്ടുള്ളൂ എന്നാണ്. അത് പ്രഭാതത്തില് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടും വൈകിട്ട് സൂര്യ അസ്തമയത്തിനു മുൻപും. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കും. കാരണവന്മാരൊക്കെ ആണെങ്കിൽ വൈകിട്ട് അതേപോലെ ഒരു 5:30-6 മണിക്ക് മുന്നേ കഴിച്ചിട്ടുണ്ടാവും. അതായിരുന്നു ആരോഗ്യത്തിന് നല്ലത്. ഇതിപ്പോ നമ്മൾ സമയം ഒന്നുമില്ല, സമയത്തിന്റെ ആ ഒരു നിഷ്ഠയൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും കഴിക്കും, എന്തും കഴിക്കും. ആഹാരത്തിൽ വന്നതായ അതിന്റെ ക്രമം തെറ്റിയിട്ടുള്ള ശീലങ്ങൾ തന്നെയാണ് മനുഷ്യനെ അധികവും രോഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നം അമൃതാണ്. അത് എങ്ങനെയാണ് അമൃതാവുക? ദേവന് സമർപ്പണം ചെയ്യുമ്പോൾ അതിനെ അമൃതാക്കിയിട്ടാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ദേവന് സമർപ്പിച്ചതിന് ശേഷമുള്ളതിനെ അമൃതതുല്യമായിട്ട് നമ്മൾ പറയുക, പ്രസാദം എന്നൊക്കെ പറയും. അമ്മ പാകം ചെയ്തു തരുന്ന അന്നം അമൃതാണ്, ഒട്ടും സംശയിക്കാനില്ല. അമ്മ നമുക്ക് വിളമ്പി തരണത് ഇതിനിപ്പോ എത്ര അതിന് ചേരുവയില്ലെങ്കിലും, എരിവില്ലെങ്കിലും, പുളിയില്ലെങ്കിലും, ഉപ്പില്ലെങ്കിലും, നല്ലവണ്ണം വെന്തിട്ടില്ലെങ്കിലും അമ്മ തരുന്നത് അമൃതാണ്. അപ്പോൾ അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഇനി അപ്രതീക്ഷിതമായി വന്നു ചേരുക, ഒരാൾ അതിഥിയായിട്ട് വരിക, അത് എവിടെയാണെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കുക തന്നെ വേണം. പിന്നെ മുതിർന്നവർക്ക് ഇതൊക്കെ ഒരു നല്ല ശീലങ്ങളായിട്ട് നമുക്കൊക്കെ പറഞ്ഞു തന്നും ആചരിച്ച് കാണിച്ചും നമ്മൾ കണ്ടുപോന്നിട്ടുള്ളതായ പല ആചരണങ്ങളാണത്. മുതിർന്നവർ വന്നാൽ, ഗുരുക്കന്മാർ, തന്നേക്കാൾ പ്രായം ചെന്നവർ, അവർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം സജ്ജമാക്കി കൊടുക്കുക. അത് നമ്മളുടെ ഒരു കടമയാണ്, ഒരു സദാചരണമാണ്. പ്രായമായവർ വന്നു തുടരെ എഴുന്നേറ്റ് നമ്മൾ ഒന്നുകിൽ അവർക്ക് വേണ്ടി മറ്റൊരു ഇരിപ്പിടം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന ഇരിപ്പിടം വെച്ചു കൊടുക്കുക. അതൊരു നല്ലൊരു ശീലമാണ്, നല്ലൊരു കൾച്ചറാണ്. ഗുരുക്കന്മാരെ വന്ദിക്കുക. അങ്ങനെയൊക്കെ ഗുരുക്കന്മാരെ വന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും, ഐശ്വര്യത്വവും വർദ്ധിപ്പിക്കും. നമുക്ക് ഗുരുക്കന്മാർ, അച്ഛൻ, അമ്മ, അവരെ ആദരിക്കണം. എത്ര ന്യായമായതാണെങ്കിലും, ധാർമ്മികമായി അല്ലെങ്കിൽ അത് ന്യായമാണെങ്കിലും ചില സംഗതികൾ പരസ്യമായി പാടില്ല. ഇനി തീർത്ഥങ്ങൾ ധാരാളമുണ്ട് ലോകത്തിൽ. നമ്മൾ തീർത്ഥാടനം ചെയ്യാറുള്ളവരാണ്. ഗംഗയിൽ പോയി സ്നാനം ചെയ്യും, കാശിയിലും അയോധ്യയിലും ഹരിദ്വാരത്തിലും കേദാരത്തിലും ഇവിടൊക്കെ പോവാറുണ്ട്. ഗംഗയിലും യമുനയിലും ഒക്കെ കുളിക്കുന്നവരാണ്. പക്ഷെ തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥം എന്ന് പറയുന്നത് അവരവരുടെ ഹൃദയമാണ്. അപ്പൊ എന്ത് വേണം? ആദ്യം നമ്മളുടെ ഹൃദയമാകുന്ന തീർത്ഥത്തെ ശുദ്ധമാക്കി വെക്കണം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ
ആ ചെറിയ കുട്ടികളെ നമ്മൾ ഈശ്വരതുല്യന്മാരായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് അവരോട് ആ രീതിയിൽ നാം കുശലപ്രശ്നം ചെയ്യുക, അവരെ ഒന്ന് അധികം ദേഷ്യത്തോടു കൂടിയല്ലാതെ അവർക്ക് സന്തോഷമാകുന്ന രീതിയിൽ അവരെ കാണേണ്ടതും അവരോട് സംവദിക്കേണ്ടതും ഒരു ധർമ്മമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ, കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും ആഹാര സാധനങ്ങളാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നുമില്ല അങ്ങോട്ട് ചെല്ലാതിരിക്കുക, അങ്ങനെ പാടില്ല. ഇനിയും തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് തൃപ്തിയായി അവർ മതി എന്ന് പറയുന്നത് വരെ കൊടുക്കുക തന്നെ വേണം. അയ്യോ നമുക്ക് കഴിക്കാനില്ലേ, സാരമില്ല, ഒരു നേരത്തെ കാര്യമില്ല. അപ്പൊ അവർക്ക് തൃപ്തിയാവുന്നോളം കൊടുക്കണം, വീണ്ടും വീണ്ടും. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ അത് നല്ല ശീലമല്ല. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് അമ്മ കൊടുക്കുമ്പോൾ ആ കുട്ടി കുറച്ച് കഴിച്ചു, പിന്നെ കഴിക്കണില്ല, സ്വാഭാവികമായിട്ടും അമ്മമാര് അത് കളയരുത് എന്ന് കരുതിയിട്ട് കഴിക്കും. അല്ലാതെ സാധാരണ രീതിയിൽ ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിലധികം പേര് ഒരേ സമയം കഴിക്കുന്നത് ശരിയല്ല. ഇലയിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും അവരവർക്ക് വേണ്ടതിനെ വിളപ്പിയെടുത്ത് തന്നെ കഴിക്കുകയാണ് ശരിയായിട്ടുള്ള ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടും അത് ഏതാണ് ധാർമ്മികമായത് ഏതാണ് ധർമ്മവിരുദ്ധമായത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുമാണ് ആചരിക്കേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആണ് ആ ഉപദേശം തുടരുന്നത്.